നമുക്കൊക്കെ പറ്റുന്നത് വെച്ചാൽ നമ്മൾ വല്ലാതെ ധൃതി കൂട്ടും. എന്താ പരിഹരിക്കാതെ ഈ റമദാനൊക്കെ നീണ്ട പ്രാർത്ഥന നടത്തിയിട്ട് പഠിച്ചോനെ റമദാനും കഴിഞ്ഞു 30 ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, നീ പറഞ്ഞ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഞാൻ കൈ നീട്ടി. എന്തേ ധൃതിപ്പെടരുത് സുഹൃത്തുക്കളെ, ഒരിക്കലും ധൃതിപ്പെടരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ അള്ളാഹു ഇന്നല്ലാഹ തആല ഇദാ അറാദ അംറൻ ഹയ്യ അസ്ബാബഹു, അള്ളൊരു കാര്യം ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശ കാര്യം നടപ്പിലാക്കാൻ അള്ള ചില കാരണങ്ങൾ ഉണ്ടാക്കും. വഅതാ ബിഹാ ശൈഅൻ ഫശൈഅൻ ബിത്തദ്രീജ്. പക്ഷെ ആ കാരണങ്ങൾ ഇങ്ങനെ വരണമെങ്കിൽ കുറച്ചിങ്ങനെ പടിയായിട്ടേ അത് വരൂ. ആലോചിച്ച് നോക്കും നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളെ മോചിപ്പിക്കാൻ എത്രയോ കാലം അനുഭവിച്ച അങ്ങേയറ്റത്തെ പീഡനങ്ങൾ, ഏറ്റവും വലിയ പ്രയാസകരമായ ജീവിതത്തെ അന്ത്യം കുറിക്കാൻ എത്ര കാത്തുക്കേണ്ടി വന്നു. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കേണ്ടി വന്നു. ജനിച്ചിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു സുഹൃത്തുക്കളെ. അവിടുന്ന് പിന്നെ മദീനയിലേക്ക് പോയി, അവിടെ വർഷങ്ങളോളം ആട് വെച്ച് അവിടുന്ന് തിരിച്ച് പ്രവാചകത്വം കിട്ടി തിരിച്ചു വന്നിട്ട് എപ്പോഴാണ് ഫിർഔൻ മുങ്ങി മരിക്കപ്പെടുന്നത്? നാം ആലോചിക്കണം, എത്ര കഠിനമായ പീഡനങ്ങൾ. അങ്ങാടിയിലൊന്നും നിർഭയത്വത്തോടുകൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കിബുത്തി കൈവയ്ക്കുമ്പോൾ മരിച്ചു വീണാൽ ചോദിക്കാൻ ആളില്ല. അത്ര വലിയ അരാജകത്വം, അത്ര വലിയ അടിമത്വം. ആ മോചനത്തിന് എത്ര കാലം കാത്തു നിൽക്കേണ്ടി വന്നു. നമ്മളൊക്കെ ഇന്ന് പറഞ്ഞ പ്രശ്നത്തിന് ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് നാളെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാണ് നമ്മളൊക്കെ തന്നെ. ഒറ്റ ലാത്തം വാഹിദ, ഒറ്റ ഇമാം നാസിർ സാഹിദ് പറയാം, ഒറ്റടിക്ക് കിട്ടൂല. നമ്മൾ കാത്തുക്കേണ്ടി വരുന്നതാണ്. ഏതെല്ലാം ഘട്ടങ്ങൾ, തിരിച്ചും അപ്രതീക്ഷിതമായ രംഗങ്ങളിലൂടെ അല്ലേ മഹാനായ മൂസാ നബി അലൈഹി ചരിത്രം